അറ്റൈൻ ചെയ്യേണ്ട മൈൽ സ്റ്റോണുകളുണ്ട് അല്ലേ? ഓരോ ഏജിലും നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ഓരോ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അറ്റൈൻ ചെയ്തോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ഏതാണ്? നമ്മളെയാണ്. പാരൻസ് വന്നിട്ട് പറയുന്ന ഒരു കംപ്ലൈൻസ് ചിലപ്പോൾ ഏജിന് അഡിക്വേറ്റ് ആയിട്ടുള്ള സ്പീച്ച് ഔട്ട്പുട്ട് ആയിരിക്കും എന്നുള്ളൊരു ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കംപ്ലൈൻറ്റാണ്. അല്ലെങ്കിൽ റെസ്പോൺസ് ഇല്ല, അവരെ വിളിച്ചിട്ട് നെയിം കോൾ റെസ്പോൺസ് ഇല്ല, എന്നിട്ട് അവർ ഞാൻ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു കുട്ടി ഇന്ന സമയത്ത് കടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പെൻസിൽ പിടിക്കാൻ പറ്റുന്നില്ല, കറക്റ്റ് സമയത്ത് എഴുതാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൺസേൺസും ഉണ്ട്. അപ്പോൾ ഇന്ന ഏജിൽ ഇന്നത് ചെയ്യുക എന്നുള്ളത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ഏജ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത് ചൈൽഡ് സൈക്കോളജിയിൽ. അവരുടെ ഏജ് എന്ന് പറയുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും ഇപ്പോൾ അവർ വാല്യുവേഷന് വന്ന സമയവും എല്ലാം കണക്കിലെടുത്തിട്ട് മന്തും ഡേയും എല്ലാം അതിലും ഇടും. കറക്റ്റ് അത് കിട്ടണം എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഇവാലുവേഷൻ, നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് എടുക്കും, ഇവരെ ഇനീഷ്യൽ ടെസ്റ്റ് എടുക്കും. ആ സമയത്ത് നമ്മൾ ഇത് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുക അല്ലേ, മാനുവലി. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ പാരന്റ് അങ്ങനെ വരുന്ന സമയത്ത് ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ നമ്മൾ അവരുടെ ആരാണ് ഇൻഫോർമൻ്റ് ചോദിക്കാറുണ്ട്. ഇൻഫോർമൻ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി വരുന്നത് എങ്ങനെയാണ്? ഇൻഫോർമൻ്റ് നമുക്ക് ഇത് തരുന്ന അവരുടെ നിങ്ങളുടെ കാര്യം പറയുന്ന ആ ആള് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്യുറസി ഇവർ പറയുന്ന ഇൻഫോർമേഷൻ എത്രത്തോളം റൈറ്റ് ആണ്. ചില കേസിൽ ഇപ്പോൾ നമ്മൾ എന്താണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ പഠിച്ച സ്ഥലത്തായിരുന്നു കേട്ടോ, അത് തെലങ്കാന ഭാഗത്തുള്ളത്. നമ്മൾ കേസൊക്കെ എടുത്ത് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ പഠിക്കുന്ന തുടക്ക സമയങ്ങളിലാണ് നമ്മൾ